നമ്മളുടെ കൂടെ ഉള്ളത് സിയ മോളാണ്, എൻ്റെ കസിനാണ്. സിയ മോൾ ഇവിടെ ഔപ്പയർ ആയിട്ട് വന്നേക്കുവാണ് ജർമ്മനിയിൽ. വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. അപ്പം നമുക്ക് സിയ മോളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. എങ്ങനെയാണ് വന്നത്, ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ഔപ്പയർ എക്സ്പീരിയൻസ്, എന്താണ് ഫാമിലി എങ്ങനെയുണ്ട്. കാരണം ഔപ്പയറിനെ പറ്റി കുറേ നെഗറ്റീവ്സ് പിള്ളേർ ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഫാമിലി ഭയങ്കര ഇതാണോ, പ്രോബ്ലം ആണോ, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരിട്ട് ഔപ്പയർ ചെയ്ത ഒരാളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സിയ മോളെ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് വന്നത്? ഏജൻസി വഴിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏജൻസി വഴിയാണ് വന്നത്. സെൽഫായിട്ട് വരുന്നവരും ഉണ്ടല്ലേ? കേട്ടിട്ടുണ്ട് സെൽഫായിട്ട് വരുന്നത്. പക്ഷേ ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയായിരുന്നു സിയമോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തത് ഔപ്പയറിന് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സിയമോൾ ചെയ്തതെന്ന് പറയാമോ? ഞാൻ ആദ്യം നമ്മൾ തപ്പ് എന്ന് പറഞ്ഞാൽ ഏജൻസിയാണ് തപ്പിയത്. അങ്ങനെ ഏജൻസി തപ്പി കണ്ടുപിടിച്ചു. പിന്നെ അവർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കസിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ആ ഏജൻസി ഫൈനലൈസ് ചെയ്തു. പിന്നെ അവരോട് വെച്ച് കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു. അവരപ്പോൾ പറഞ്ഞു, ആദ്യം ഫസ്റ്റിൽ പറഞ്ഞത് അറ്റസ്റ്റേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ 10th-ൻ്റെയും +2-ൻ്റെയും ബർത്ത് സർട്ടിഫിക്കറ്റ് 3 സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിക്കണം. വക്കീലിനെ കൊണ്ട് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യിക്കണം. അത് ചെയ്തു. പിന്നെ നമ്മുടെ CV പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോസ് നമ്മൾ അതന്നെ ഫോട്ടോസ് എടുക്കണം. അത് ഫാമിലിക്ക് അയച്ചു കൊടുക്കാനായിട്ടുള്ള നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്തതെന്ന് പറയാം. ഞാൻ ഫോട്ടോസ് എടുത്തത് എൻ്റെ കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കൂടെ, നമ്മൾ കുഞ്ഞു പിള്ളേരുടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവർക്ക് തോന്നരുത് നമ്മൾ ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അല്ലാതെ വേണം നമ്മളത് എടുക്കാനായിട്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിള്ളേരുടെ കൂടെ എങ്ങനെയാണോ നമ്മൾ നോർമലി നിൽക്കുന്നത് അതുപോലെ ചെയ്തിട്ട് വേണം ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കാം. പിന്നെ ഔപ്പയറായിട്ട് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിലുണ്ടാവും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ ഇപ്പം കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഡിസബിലിറ്റീസ് ആയിട്ടുള്ള പിള്ളേരെ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സിംഗിൾ പേരൻറ്റിങ് ഉള്ളവരുണ്ട്, അങ്ങനെയുള്ളവരടുത്ത് പോകാൻ താല്പര്യമുണ്ട്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9 നോ അത് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് ചെയ്യാം. അപ്പം ഞാനങ്ങനെ എൻ്റെ ഒരു ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഏജൻറ്റ് അത് ജർമ്മനിയിലുള്ള ഏജൻറ്റിന് അയച്ചു. പിന്നെ അവരാണ് നമ്മുടെ ഫാമിലിക്ക് അത് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഏതാണ്? ഏത് മോഡ്യൂളെങ്കിലും ഫുൾ മോഡ്യൂൾ വേണം. A1 ആയാലും A2 ആയാലും B1 ആയാലും B2 ഫുൾ മോഡ്യൂൾ വേണം. അതെ, A1 എടുത്തിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കുകയാണെങ്കിൽ അത്ര നല്ലത്. പിന്നെ A1 എടുത്ത് ഉടനെ ചാടിക്കറി വരിക എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ ഒന്നുകൂടെ ഒക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം നമ്മള് ഇവിടെ ജർമ്മൻ ഫാമിലിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ സംസാരിക്കണം, കുറച്ചെങ്കിലുമൊക്കെ സംസാരിക്കണം. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ A1-ൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ചുമ്മാ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് ഒരു സ്റ്റുഡിയോയിൽ നാളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളി ക്യാമറയില് നല്ല ലാൻഡ്സ്കേപ്പ് നല്ല ഇതിലൊക്കെ നല്ല സ്ഥലത്തൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ എടുത്തത്? നമുക്ക് വേണമെങ്കിൽ ഐഫോണിൽ എടുക്കാം. ഐഫോണിലാകുമ്പോഴത്തേക്കിനും ഒരു ക്യാമറയുടെ അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പം എൻ്റെ ഐഫോൺ അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്റ്റുഡിയോയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അത് പല ഇതിലോട്ട് അയക്കുന്നതല്ലേ, നമ്മളിപ്പോൾ ഫോൺ ചേഞ്ച് ചെയ്ത് അയക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൂടുതലും ഒരു ഇതാവാൻ ചാൻസ് ഉണ്ട്, -point ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ എൻ്റെ ഇൻഡിവിജ്വൽ ഫോട്ടോസാണ് നമ്മൾ പുറത്ത് പോയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പുറത്ത് നല്ല സീനറി ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പിള്ളേരായിട്ട് നിൽക്കുന്നതൊക്കെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തു, ആപ്ലിക്കേഷനിൽ അയച്ചു. എത്ര ഒരു ടൈം എടുത്തു ഈ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ? എൻ്റെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഓഗസ്റ്റിൽ എക്സാം എഴുതി. ഓഗസ്റ്റ് 19th എൻ്റെ ഇത് റിസൾട്ട് വന്നു. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എൻ്റെ പിടിയിന്ന് എല്ലാ കാര്യങ്ങളും നവംബർ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞു. ഞാൻ നവംബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ ജർമ്മനിലെത്തി. ഓക്കെ,
അപ്പോഴത്തേക്കും ഇന്റർവ്യൂ ഉണ്ടാകും. ടെർമിൻ അവരിപ്പോ ഒരു ഡേറ്റ് തന്നല്ലോ, ആ ഒരു ടെർമിൻ തന്നിട്ട് ഇന്റർവ്യൂവിന്റെ ദിവസം എന്ന് പറയാലോ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണ്? അവരാദ്യം നമ്മൾ ഈ ഏജന്റ് ഫാമിലിക്കെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഫാമിലി നമുക്ക് മെസ്സേജ് അയക്കും. അതിപ്പോ ഒരു ഫാമിലി ആവണമെന്നില്ല, 1-2 ഫാമിലീസ് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കണം. ഞാൻ എല്ലാവർക്കും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ അങ്ങോട്ടായിരുന്നു മെസ്സേജ് കൊണ്ടിരുന്നത്. അവർ പറഞ്ഞുതരും, മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഒക്കെ ഏജന്റ് പറഞ്ഞു തരും. അപ്പം അങ്ങനെ അയച്ചിട്ട് അവരെന്നോടൊരു ടെർമിൻ പറഞ്ഞു. അപ്പം മോസ്റ്റ്ലി എല്ലാവരും പറയുക സൺഡേ ആയിരിക്കും, കാരണം ഇവിടെ സൺഡേ എപ്പോഴും ഹോളിഡേ ആണ്. അപ്പം ആ ഒരു ടൈമിൽ എല്ലാവരും ഇത് പറയുള്ളൂ, ടെർമിൻ തരുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ സൺഡേ ആയിരുന്നു. നമ്മളെന്താ സാധാ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാടൊന്നും വേണ്ട, എന്നിരുന്നാലും കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ സെൽഫ് ഇൻട്രോ ജർമ്മനായിട്ട് നന്നായിട്ട് പറയാൻ പഠിക്കണം. ആദ്യം സെൽഫ് ഇൻട്രോ നന്നായിട്ട് പറയാൻ പഠിക്കണം. പിന്നെന്താ, നമുക്കിനിയിപ്പോൾ അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പവും വരികയല്ല. നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ലൈഫാണ്. അപ്പം അതൊക്കെ നമ്മൾ ചോദിച്ച് കണ്ടറിഞ്ഞ് കയറി വരിക. എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചതെന്ന് പറയാം? ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോയിട്ടില്ല. പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവരെ ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്, അവരുടെ കൂടുതലും ഇഷ്ടമുള്ള ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അവരെന്നോട് എൻ്റെ ഫാമിലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ്. പിന്നെ പിള്ളേരെ കാണിച്ചു തന്നു. അതാണ് കൂടുതൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ റിപ്ലൈ തരാം, പക്ഷെ അത് ഏജൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എന്നോട് അവർ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ പറഞ്ഞു. അവർക്ക് ഓക്കെയാണ്, എനിക്ക് ആ ഫാമിലി ഓക്കെ ആണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പം കുഞ്ഞിനെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും എനിക്കെന്തോ ആ ഫാമിലി വിടാൻ തോന്നിയില്ല. ഞാൻ പിന്നെ അങ്ങ് കയറി ഓക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് അവരോട് ഓക്കെ പറഞ്ഞില്ല, ഞാൻ നോ ആയിരുന്നു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു. കാരണം അതെ, ദൈവം അത് ആ ഒരു ഇതില് ഞാൻ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനും എപ്പോഴും ദൈവത്തിന്റെ ആ ഒരു കൃപ ഉള്ളത് കൊണ്ടിട്ടാണെന്നും തോന്നുന്നു എനിക്ക്. അപ്പൊ അത് അവരോട് യെസ് പറയാൻ തോന്നിയത്, കാരണം എനിക്ക് അത്രയ്ക്ക് നല്ലൊരു ഫാമിലിയാണ്. കാരണം ഞാൻ ഒരു ദിവസം ഫാമിലിയോട് അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ്. നല്ല അടിപൊളി ഫാമിലിയാണ്, നല്ല സ്നേഹമാണ്. പിള്ളേരാണെങ്കിലും ആ ഇളയ കൊച്ചില് ഇങ്ങനെ കയ്യിൽ നിന്ന് താഴെ വെക്കാൻ അതില്ല, നല്ല പാവക്കുട്ടി പോലത്തെ ഒരു കൊച്ചു, 6 മാസമുള്ളൂ. അവളെ കൊച്ചിനാണ് നീ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇളയ കുട്ടീനെയാണ് ഇവള് കൂടുതൽ നോക്കുന്നത്, കാരണം ഇവർക്ക് കുഞ്ഞു പിള്ളേരെ നോക്കാൻ ഓക്കെയാണ്. അങ്ങനെ ഇവള് ചേച്ചിക്ക് പിള്ളേരൊന്നും നോക്കി നല്ല ശീലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിള്ളേരെ നോക്കുന്ന അങ്ങനെ വലിയ സീനൊന്നും ഇല്ലല്ലേ? അതെ, ഒരു കുഴപ്പമൊന്നുമില്ല. ആളെ നോക്കും, ആള് ഭയങ്കര ക്വയറ്റാണ്, കാമാണ്, ഭയങ്കര ക്വയറ്റാണ്. നമ്മുടെ സാധാ പിള്ളേരെ പോലെ ഇങ്ങനെ ഒരുപാട് നേരം കുറെ കലറി വിളിച്ച് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാതെ ഇവിടുത്തെ പിള്ളേരെല്ലാം പൊതുവെ ശാന്തമാണ്. നമ്മൾ എടുത്തോട് നടക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് അവരുടെ തന്നെ വാഹനമുണ്ട്. പിന്നെ തറയിൽ കിടക്കും അല്ലേ? ആള് തറയിൽ കിടന്നോളും. പിന്നെ അവരെ തന്നെ ജമ്പറുണ്ട്, അതിൽ കിടത്തി കഴിഞ്ഞാൽ ബേബി ജമ്പർ ഉണ്ട്. അപ്പൊ അതിൽ കിടത്തി കഴിഞ്ഞാൽ ആൾ അവിടെ ഇരുന്നോളും. പിന്നെ ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാല് ഇതാക്കി കൊടുത്താൽ മതി, പാല് തിളപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ ആൾക്കൊരു കിൻഡർ വാഗൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ അതിനെ കൊണ്ട് നടന്നാൽ മതി. അത് ഈ തണുപ്പത്ത് ആള് എന്താ നേച്ചറിന്റെ ആ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കിനും ആള് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ആള് എണ്ണീക്കത്തുള്ളൂ. അപ്പോഴത്തേക്കിനും എൻ്റെ ഡ്യൂട്ടി ടൈം കഴിയും. അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പോൾ ഫാമിലിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, എല്ലാം സെറ്റായി, നല്ല ഫാമിലി കിട്ടി. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സമയം, അത് കഴിഞ്ഞ് ടൈം വന്നത് നവംബറിലെത്തി അല്ലേ? ഞാൻ നവംബർ ആദ്യം വീക്കിവിടെ എത്തി. എങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തതും അതൊക്കെ? ടിക്കറ്റ് എടുക്കണമെന്ന് എടുത്തു തരണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഞാൻ എടുത്ത. ആ നവംബർ ആ ഒരു ടൈമിൽ ടിക്കറ്റിന് നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ തന്നെ ടിക്കറ്റ് എടുത്തു. കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്ക് വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ വരാൻ എനിക്ക് അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് ഒരുപാട് ലേയോർ ഇല്ലായിരുന്നു, ഒരു 2 മണിക്കൂറത്തെ ലേയോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴും എല്ലാവരും കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, ഉണ്ടാവില്ല, ആരും കൂടെ കാണുമില്ല. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ജീവിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് പോകും. ഓക്കെ. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഫാമിലി എങ്ങനെയായിരുന്നു അവര് വന്ന് എന്നെ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാംബർഗിലാണ്. അപ്പം അവിടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു.
അവരെന്നെ പിക്ക് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു ബൊക്കേറ്റ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് അവർക്ക് കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ഫേമസ് ഫുഡ്, പിന്നെ പിള്ളേർക്ക് കുറേ ചോക്ലേറ്റ്സ്. ഇവിടെ അങ്ങനെ ആരും ചോക്ലേറ്റ്സ് പിള്ളേർക്ക് കൊടുക്കുന്നതിന് അവർക്ക് ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസത്തിൽ ഇത്ര ചോക്ലേറ്റ് ഒക്കെ എന്ന് വെച്ചിട്ട് ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു, പക്ഷെ അവർ വാങ്ങിച്ചു കേട്ടോ. അവർക്ക് അങ്ങനെ എന്താ പറയുക, അതൊന്നും പറ്റൂല, ഇന്ത്യൻ ഫുഡൊന്നും ഇഷ്ടമല്ല, അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് ഇന്ത്യൻ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു വലിയ റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു പ്ലേസ് ആണ്. നമ്മുടെ നാട് പോലെ തന്നെ അടുത്തൊരു തോടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഫാമിലി എത്തിയപ്പോഴേ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അവര്? ഞാൻ വന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച വന്നു. ശനി ഞായർ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് ലീവാണ്. അപ്പൊ പിന്നെ എന്നിരുന്നാലും വന്ന ഒരു അത് ടൈം ആയതുകൊണ്ട് ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവരുടെ അടുത്ത് പോയിരുന്നു. നോർമലി ശനി ഞായറും പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കണ്ട. അവർ പറയും ഇന്ന ടൈമിൽ എഴുന്നേറ്റാൽ മതി എന്ന് പറയും. പിന്നെ അവർ ഒരു കറക്റ്റ് ടൈമിൽ ശനി ഞായർ ഒരു കറക്റ്റ് ടൈമിൽ അവർ ഫുഡ് കഴിക്കും. ആ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ വന്നിരിക്കണം. നമ്മൾ അവരോട് ഫുഡ് കഴിക്കണം. അവർ ചോദിക്കും ഫുഡ് കഴിക്കാൻ, അങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കാം. അതിലൊന്നിലും ഒരു യാതൊരു ഇതും പറയത്തില്ല. പിന്നെ ഞായറാഴ്ച വൈകിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച എൻ്റെ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ അവരെനിക്ക് ഡ്യൂട്ടീസ് പറഞ്ഞു തന്നു. ഇന്ന ടൈമിൽ ഒരു 6:45 ആകുമ്പോഴത്തേക്കിനും എന്നോട് അവരുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും 6:45 ആകുമ്പോഴത്തേക്കിനും ഞാൻ മേളിൽ ചെല്ലും. അവർ പറഞ്ഞ ഡ്യൂട്ടീസ് എല്ലാം അതുപോലെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പം ഒരു 7 തൊട്ട് 12 വരെ എനിക്ക് ഡ്യൂട്ടി ടൈം ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഫ്രീ ആണ്. രാത്രി വരെ എല്ലാ ടൈമിലും എനിക്ക് ഫ്രീ ആണ്. ഈ 7 തൊട്ട് 12 വരെ എന്താ ചെയ്യുന്നത്, ഞാൻ ഷെഡ്യൂൾ വരാം? ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ മൂത്ത 2 പേരുടെ കാര്യം അധികം നോക്കൂലായിരുന്നു. ഇപ്പം ആയിട്ട് ഞാൻ കുറച്ചൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരെന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം മോർണിംഗിൽ അവർ പോകുമ്പോഴത്തേക്കിനും അവരുടെ ബോട്ടിൽ ക്ലിയർ ചെയ്ത് വെക്കുക, അവരുടെ ബോട്ടിലെല്ലാം ഫുള്ളാക്കി വെക്കുക. പിന്നെ മേ ബി ചില ടൈമിൽ അവർക്ക് ലഞ്ച്, അതിപ്പോൾ ഞാനായിട്ട് ചെയ്യുന്ന കേട്ടോ, അല്ലെങ്കിൽ അവരെന്നോട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല, ഞാനായിട്ടത് ചെയ്യുന്നതാണ്. ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയൊന്ന്. പിന്നെ കുഞ്ഞിനെ നോക്കണം. ആൾക്ക് ഒരു മോർണിംഗ് ഒരു 7 ആകുമ്പോഴത്തേക്കിനും ഫീഡ് ചെയ്ത് ആൾ ഉറങ്ങി കഴിഞ്ഞ് ഒരു 10 വരെ ആൾ പിന്നെ ഉറക്കമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ആൾ ഉറങ്ങും. കുഞ്ഞായതുകൊണ്ട് പെട്ടെന്നായിരിക്കും ആൾ ഉറങ്ങുന്നത്. അപ്പൊ പിന്നെ എനിക്ക് 12 കഴിയുമ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിയും. അങ്ങനെ. ഓക്കെ. അപ്പം ഈ മൂത്ത 2 പിള്ളേരെ അധികം നോക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പം ആക്ച്വലി നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്താ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ കുട്ടികളെ നോക്കണം, എത്ര കുട്ടികളെ നോക്കണം? എന്നോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ ഇപ്പം ഞാൻ മൂത്ത 2 പേരെ നോക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ഇളയാളെ നോക്കുന്നത് എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ഫുള്ള് ഞാൻ ഇളയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്കതൊരു സ്ട്രെസ് ലെവൽ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവര് മൂത്ത 2 പേരെ നോക്കേണ്ടതാണ്. പിന്നെ മൂത്ത 2 പേരായാലും അവര് നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലെ എല്ലാം അമ്മമാര് തന്നെ ചെയ്ത് അങ്ങനൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ പിള്ളേര് സ്വന്തമായി അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്ത് തീർക്കും. പിന്നെ ചില ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും ഞാൻ. പിന്നെ അവരായിട്ട് പുറത്തു പോകും. ഓക്കെ.